ഹായ് എവ്രി വൺ. സോ ഒരുപാട് നാളായി വീഡിയോസ് എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്തിട്ട്, കുറേ നാളായി ഷൂട്ട് ചെയ്ത് വെച്ചിട്ട്. ആക്ച്വലി കണ്ടൻസ് അങ്ങനെ റെഡിക്ക് ഉണ്ടാക്കുന്നൊരു സ്വഭാവമില്ല. എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവം കണ്ടു കഴിയുമ്പോൾ അത് പോസ്റ്റ് ചെയ്യലാണ് സാധാരണ പതിവ്. സോ ഈ അടുത്തിടയ്ക്ക് എടുത്തേക്കുന്ന കുറച്ച് കണ്ടൻറ്റുകളെല്ലാവരും കൂടെ കൂട്ടിച്ചേർത്തിട്ട് ഒരു വീഡിയോയാണ് ഞാൻ ഇന്നിപ്പോൾ പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാറ്ററാണ്. എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ആൾക്കാർ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആവുന്നൊരു കാര്യമാണ് ഒരു വണ്ടി ഒരാളുടെ അടുത്ത് പണിയാൻ തന്നിട്ട് അത് കൊളാക്കി കൊടുക്കുന്നൊരു പരിപാടി. അത് ഞാനിപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഒരുപാട് വണ്ടികൾ എൻ്റെ അടുത്ത് ഇതേപോലെ റീഡു ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. ലൈക്ക് പല സ്ഥലങ്ങളിൽ നിന്നും, പല പ്രമുഖ ഷോപ്പുകളിൽ നിന്നും. ഐ കാൺ നെയിം ദം ഓഫ് കോഴ്സ്, ടു ബി പൊളിറ്റിക്കലി റൈറ്റ്. ഞാൻ ആരുടെയും പേരൊന്നും എടുത്ത് പറയുന്നില്ല. പക്ഷേ എന്ത് വണ്ടി ആയിക്കോട്ടെ, എത്ര ചെറിയ വണ്ടി ആയിക്കോട്ടെ, എത്ര വലിയ വണ്ടി ആയിക്കോട്ടെ, പക്ഷേ അതിൽ പണിയുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിന് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്നെങ്കിലും ചെയ്യണ ആൾക്കാർ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഇത് ചെയ്യാൻ കൊടുക്കുന്ന കടക്കാർ അത് അറ്റ്ലീസ്റ്റ് ഈ പണിക്കാർ ചെയ്യുന്ന പണി എന്താണെന്നുള്ളത് ഇടയ്ക്കെങ്കിലും ഒന്ന് നോക്കണം. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ആരുടെയും പേരെടുത്ത് പറയാനായിട്ട് താല്പര്യമില്ല. പക്ഷേ ഞാൻ കാണിക്കാനുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരും. മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വണ്ടി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത വണ്ടി വന്നേക്കുക അതിനേക്കാളും വലിയ കോമഡി ചെയ്ത് വെച്ചിട്ട്. കോമഡി എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ, കോമഡിയും അല്ല, അസല് പോക്കിരുത്തരോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഓഡി Q3 പണിത് വെച്ചേക്കുന്ന കോലം കണ്ടു കഴിഞ്ഞാൽ എൻ്റെ വണ്ടി എങ്ങനെയാണെങ്കിൽ ഞാനത് പണിതവനെ അപ്പം പിടിച്ച് പൊത്തും. അങ്ങനത്തെ രീതിയിലാണ് വണ്ടി ചെയ്തു വെച്ചേക്കുന്നത്. ബാക്കി ഞാൻ ഇനിയിപ്പോൾ ഈ കണ്ടൻറ്റിൻ്റെ കൂടെ ഞാൻ ബി റോൾസിൽ ഓഫ് കോഴ്സ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിന് വോയിസ് ഓവറായിട്ട് ഇപ്പോൾ ഇത് തന്നെ അങ്ങോട്ട് യൂസ് ചെയ്യാമെന്ന് ഓർത്തിട്ടാണ്. സോ ഒരെണ്ണത്തിൽ എങ്ങനെയാണ് ചെയ്തു വെച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, Q3 കൊണ്ടുവന്നിട്ടൊരു ആൻഡ്രോയിഡ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത്. ആൻഡ്രോയിഡ് സിസ്റ്റത്തിന് പ്രീ ഔട്ടില്ലാത്തത് കൊണ്ട് ഓരോ ഡോറിലും ഓരോ ഹൈ ലെവൽ ഇൻപുട്ട്. ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു വണ്ടിയിൽ ഇത്രയും എക്യുപ്മെൻറ്റും എല്ലാം ഇത്രയും വില കൂടിയത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ ഈ ഹൈലോ കൺവേർട്ടർ മാത്രം അവർക്ക് കൈ കിട്ടിയതാകെ 150 രൂപയുടെ സാധനം. അത് എല്ലാ ഡോറിലും ഓരോന്ന് വെച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബോട്ടിലിനൊക്കെ മേജറായിട്ട് അതിൽ അറിയാനും ഉണ്ടായിരുന്നു. പുറത്ത് കാണുന്ന ഭാഗത്തുള്ളടത്തും 4G വയറും പുറത്ത് കാണാത്തടത്തൊക്കെ 8G വയറും. അത് വലിക്കാനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയാണോ അതോ വയറിൻ്റെ കോസ്റ്റ് കുറയ്ക്കാനായിട്ടാണോ എന്നുള്ളത് മനസ്സിലായില്ല. എന്താണെങ്കിലും പവർ കേബിൾ ഒരിക്കലും ഇടയ്ക്ക് മുറിച്ച് കൊടുക്കുന്ന ഒരു പരിപാടി ഒട്ടും ശരിയല്ല. ഇത് മുറിച്ച് കൊടുക്കുക മാത്രമല്ല, 2 സൈസിലുള്ള വയർ ഒറ്റ ലെങ്ത്തിൽ തന്നെ വലിച്ചേക്കണം. ഈ എന്ത് കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിലും ആദ്യം തന്നെ നമ്മളൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഐഡിയ വേണം, ഇത് എവിടെ കൊണ്ടുപോയി എത്തിക്കണമെന്നുള്ളത്. അല്ലെങ്കിൽ ഒരു കോൺഫിഗറേഷൻ വെച്ചിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കോൺഫിഗ് അത് എങ്ങനെ അത് അവസാനിപ്പിക്കണമെന്നുള്ളത് ഒരു ചെറിയ ദീർഘവീക്ഷണമെങ്കിലും ഇല്ലാണ്ട് ഈ പരിപാടിക്ക് ഇറങ്ങാൻ നിൽക്കരുത്. ഇത് ഓരോ ഡോറിലും ഓരോ ഹൈലോ കൺവേർട്ടർ വെച്ചേക്കണ്. അങ്ങനെ 3 ഹൈലോ കൺവേർട്ടർ 4 ഹൈലോ കൺവേർട്ടർ കണ്ട് ഞാൻ അതിൽ എണ്ണം പിടിച്ച്. ഈ നീല കളർ പവർ വയർ ഉണ്ടല്ലോ, അതിൻ്റെ സ്ട്രാൻഡുകൾ പകുതി പുറത്താണ്. അപ്പോൾ അതിൽ നിന്ന് പവർ കിട്ടണില്ല. അത് കൂടാണ്ട് അതിൻ്റെ അപ്പുറം വരുന്നത് എക്സാക്ട്ലി സെയിം സൈസിൽ തന്നെയുള്ള പവർ വയർ കൊടുക്കേണ്ടടുത്ത് അവിടെ സ്പീക്കർ വയർ കൊടുത്ത് വെച്ചേക്കുന്നത്. ആവശ്യത്തിന് ഗ്രൗണ്ടിങ് കിട്ടാഞ്ഞിട്ട് അതിൻ്റെ ഗ്രൗണ്ട് ലൂപ്പും കൂടെ വരും. അത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പുറ സൈഡിൽ 4G കൊടുത്തിട്ട് അപ്പുറ സൈഡിൽ കൊടുത്തിരിക്കുന്ന 16 ഗേജിൻ്റെ വയറാണ്. ഈ സ്റ്റീരിയോ ആംപ്ലിഫയറിലോട്ട് ഏറ്റവും അവസാനം RC കേബിൾ കുത്തിയേക്കുന്നത് ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ ക്രിസ് ക്രോസ് ആയിട്ടാണ്. അതായത് ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റും റിയർ ലെഫ്റ്റ് റൈറ്റും കൊടുക്കുന്നതിന് പകരം ഒരു ഫ്രണ്ട് ലെഫ്റ്റും റിയർ റൈറ്റും, ഫ്രണ്ട് റൈറ്റും റിയർ ലെഫ്റ്റും, ഇങ്ങനെയൊക്കെയാണ് കണക്ഷൻ കൊടുത്തു വെച്ചേക്കുന്നത്. ഇതെല്ലാനും ഓൾമോസ്റ്റ് കറക്റ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഒരു അണ്ടർ സീറ്റ് സബൂഫർ അതിൻ്റെ അടിയിൽ ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറായിട്ട് അതവിടെ കിടപ്പുണ്ടായി. അതിൻ്റെ കണക്ഷൻ നോക്കിക്കഴിഞ്ഞപ്പോൾ പവർ ആംപ്ലിഫിക്കേഷന് വേണ്ടി കൊടുക്കേണ്ടടുത്ത് സ്പീക്കർ വയർ എടുത്ത് കൊടുത്തേക്കുക. സ്പീക്കർ വയർ പവറിന് വേണ്ടിയിട്ട് കൊടുത്തേക്കണം. എന്നിട്ട് അതെടുത്തിട്ട് നേരെ വണ്ടിയുടെ ബാറ്ററിയിലേക്ക് കണക്ഷൻ കൊടുക്കുന്നതിന് പകരം ഓഡി Q3 ഫ്യൂസിലോട്ട് എടുത്ത് കണക്ഷൻ കൊടുത്തേക്കണം.
ഫ്യൂസിലേക്ക് നേരിട്ട് ഒരു പിന്ന് വെച്ചിട്ട് വെറുതെ അതിൽ പിൻ ചെയ്ത് വെച്ചു. ഇതൊക്കെ കൂടി കത്താതിരുന്നത് അയാളുടെ ഭാഗ്യം. അത് കഴിഞ്ഞ് അത് റെക്ടിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ അടുത്ത വണ്ടി വന്നേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഭയങ്കര പേര് കേട്ട ഒരു സ്റ്റോറ്. ഇറ്റ്സ് നോട്ട് എ നോർമൽ ഷോപ്പ് എന്ന് പോലും പറയാൻ പറ്റില്ല. ഭയങ്കര സെറ്റപ്പ് ആയിട്ടുള്ളൊരു സ്റ്റോറിൽ ചെയ്താണ്. ഇവിടെയല്ല, കുറച്ച് ദൂരെയാണ്. അതിൽ ഒരു 4 ചാനൽ ആംപ്ലിഫയറും ഒരു 100 സീറ്റ് സബ്വൂഫർ കൊണ്ടുപോയിട്ട് XL6 അതിൻ്റെ ഡിക്കി കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. 100 സീറ്റ് സബ്വൂഫർ ഡിക്കിയിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. എന്നിട്ട് മറ്റേ മഹാൻ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഈ 100 സീറ്റ് സബ്വൂഫറിന് കനത്തിലുള്ള പവർ വയർ, ആംപ്ലിഫയറിനാണെന്നുണ്ടെങ്കിൽ ഒരു നോർമൽ നേരിയ ഒരു വയർ പവറിന് കൊടുത്തേക്കും. എന്നിട്ടും അത് ഇതേ പറഞ്ഞ പോലെ ക്രോസ് ആയിട്ട് കുറേ കണക്ഷൻ അങ്ങോട്ട് പോകണ്, കുറേ കണക്ഷൻ ഇങ്ങോട്ട് പോകണ്. ഇതിൽ ഡാമ്പിങ്ങിന് കുറച്ച് ആത്മാർത്ഥത കൂടിപ്പോയി. ഒട്ടിച്ചൊട്ടിച്ച് അവസാനം സ്പീക്കറിൻ്റെ മുകളിൽ കൂടെ വരെ ഡാമ്പിങ് ഷീറ്റ് ഒട്ടിച്ച് വെച്ച്. അപ്പോൾ സറൗണ്ടൊന്നും വർക്ക് ചെയ്യണില്ല. സ്ക്രൂ ഒക്കെ ചെരിഞ്ഞൊക്കെയാണ് ഫിറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ സ്പീക്കർ ചെറുതായിട്ട് ബെൻഡായി പോവുകയും ചെയ്തു. എന്നിട്ട് ഫസ്റ്റ് കാര്യം, ഇതിൻ്റെ ഇടയിൽ കൂടെ ആ സ്പീക്കറിൻ്റെ ചുറ്റിനുള്ള ഡാമ്പിങ് ഷീറ്റ് എടുത്ത് മുറിച്ച് മാറ്റിയിട്ട് അതിൻ്റെ കോൺ ആദ്യം ഫ്രീ ആക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീക്കറിന് വർക്ക് ചെയ്യാൻ പോലും പറ്റണില്ല. അതേമാതിരി അതിൻ്റെ സറൗണ്ടിലൊക്കെ ഡാമ്പിങ് ഷീറ്റ് ഒട്ടിച്ച് വെച്ചേക്കുന്നത്. സോ ഇത് കൂടാതെ വേറൊരു തേർഡ് കാർ ഓൾസോ ഐ വാണ്ടഡ് ടു ഷോ യു. അത് മേ ബി ഐ വിൽ ആഡ് ഇറ്റ്. ഞാൻ ഇതിൽ ഈ വണ്ടികൾ ഓരോരുത്തർ പണിയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആഗ്രഹം മൂത്തിട്ടൊക്കെ ആയിരിക്കും ഈ കാശുണ്ടാക്കിയ ആൾക്കാർ വണ്ടി പണിയുന്നത്. അത് ഇതേപോലെ കച്ചറ വർക്ക് ചെയ്ത് മേലാൽ ആരും വണ്ടി പണിയണ്ട എന്നുള്ള മൈൻഡ് സെറ്റിലോട്ട് എത്തിക്കുന്ന രീതിയിൽ നോബഡി ഷുഡ് ബി ഡൂയിങ് എ വർക്ക് ലൈക്ക് ദാറ്റ്. അത് ഒരു കാർ ആക്സസറീസിൻ്റെ ആൾക്കാരെല്ലാവരും ഹൂ ആർ വാച്ചിങ് ദിസ് വീഡിയോ ജസ്റ്റ് ഒറ്റ ദിവസം കൊണ്ട് ആരും മനസ്സിലാക്കിയ കാര്യമൊന്നുമില്ല. 10-15 കൊല്ലം എടുത്തു ഞങ്ങൾക്കും ഇത് മനസ്സിലാക്കാനായിട്ട്. പക്ഷേ കുറച്ചെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ നോക്കുക. അല്ലാതെ ജസ്റ്റ് ഡോണ്ട് ഗോ അറൗണ്ട് വെല്ലോൻ്റെയും 40-50 ലക്ഷം രൂപ വിലയുള്ള വണ്ടിയിലല്ല പണി പഠിക്കേണ്ടത്. ഗൂഗിൾ ചെയ്താൽ അറിയാൻ പറ്റും. അല്ലെങ്കിൽ 4 പേജിരുന്ന് വായിച്ചു നോക്കുക, ഏതെങ്കിലും ഇൻ്റർനെറ്റിൽ ഫോറംസിൽ നോക്കുക എങ്ങനെ വയർ കൊടുക്കട്ടെ. അതല്ലാണ്ട് ഈ സബ്വൂഫറിന് ഈ സൈഡിലൊരു കണക്ഷനും ഈ സൈഡിലൊരു കണക്ഷനും ഉണ്ട്. ഇതെന്താണ് ഇതിൻ്റെ ആവശ്യം എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റാവുന്ന കാര്യമുള്ളൂ. ഇതൊന്നും ആരും മറച്ചു വെക്കണമെന്നില്ല. ഇപ്പം എന്നെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാനൊന്നും പോകണില്ല. ബിക്കോസ് അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. ഫോർ എ ക്ലയൻറ്റ് മേ ബി ഐ ക്യാൻ എക്സ്പ്ലെയിൻ ടു ഹിം. അല്ലാതെ ബാക്കിയുള്ളവരെ ട്യൂട്ടോറിയൽ എടുക്കാനൊന്നും ഞാൻ നിൽക്കണില്ല. പക്ഷേ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യങ്ങളുള്ളൂ. ഇപ്പോൾ വേറൊരു വണ്ടി ഞാൻ ചെയ്തത് ഒരു സ്കോഡ ഫാബിയ. എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്ത് വെച്ചേക്കുന്ന പരിപാടിയാണ്. ഫ്രണ്ടിലൊരു സ്പീക്കർ വെച്ചേക്കണം, ബാക്കിൽ വേറെ പെയർ കോമ്പനൻറ്റ്. ഒന്നാമത്തെ കാര്യം, ഇത്രയുള്ള വണ്ടിയിൽ അത് വെക്കേണ്ട ഒരു ആവശ്യമില്ല. 2 പെയർ കോമ്പനൻറ്റ് വെക്കേണ്ട ഒരു ആവശ്യമില്ല. ഒരു കോആക്സിലിൻ്റെ ഒരു കോമ്പനൻറ്റേ ആവശ്യമുള്ളൂ. ട്യൂട്ടർ എടുത്തിട്ട്, ഈ ട്യൂട്ടറിൽ നിന്നൊക്കെ പറഞ്ഞാൽ ഒരു ബേസിക്കായിട്ടുള്ള തത്വം, സബ്വൂഫർ നമ്മൾ വണ്ടിയുടെ ഡിക്കി കൊണ്ട് വെക്കുന്നതും ട്യൂട്ടർ നമുക്ക് ഇങ്ങനെ മുഖത്തേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ വെക്കുന്നതിൻ്റെയും പുറകിൽ ഓരോരോ സയൻസ് ഉണ്ട്. അതായത് ട്യൂട്ടറിൽ നിന്ന് പറഞ്ഞാൽ ഹൈ ഫ്രീക്വൻസിയാണ്. ഈ ഹൈ ഫ്രീക്വൻസിക്ക് ഡയറക്ഷൻ ഉണ്ട്. മുഖത്തേക്ക് വെച്ചാൽ അത് മുഖത്തേക്ക് തന്നെ കേൾക്കും. സബ്വൂഫർ ഡിക്കിയിൽ വെച്ച് കഴിഞ്ഞാലും വണ്ടിക്കകത്ത് എവിടെയാണെങ്കിലും കേൾക്കും. അതുകൊണ്ടാണ് വീട്ടിലാണെങ്കിലും സബ്വൂഫർ ഏതെങ്കിലും മൂലക്കല ഒക്കെ കൊണ്ട് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബേസ് കൂടുതൽ കിട്ടും. റൂമിൻ്റെ സെൻറ്ററിൽ വെക്കുകയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ലെഫ്റ്റ് റൈറ്റ് ചാനലും സ്പീക്കേഴ്സും ട്വീറ്റേഴ്സും സെൻറ്റർ ചാനലും എല്ലാവരും അതിൻ്റേതായിട്ടുള്ള ഡയറക്ഷൻസും അതിൻ്റേതായിട്ടുള്ള പൊസിഷൻസും ഉള്ളത്. ഇതിൻ്റെയൊക്കെ പുറകിൽ എന്തെങ്കിലുമൊക്കെ ഒരു സയൻസ് ഉണ്ടാവുമല്ലോ. ഞാൻ നോക്കുമ്പോൾ ട്യൂട്ടർ ഒരെണ്ണം എടുത്തിട്ട് ഡോർ പാഡിൻ്റെ അകത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ആ കോമ്പണൻറ്റിൻ്റെ കാശ് പോയി. അത് കൂടാണ്ട് അതിൽ വലിയ പോക്കരുത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്രണ്ട് മിഡൂഫറിൻ്റെ സ്പീക്കർ അതിൻ്റെ കൂടെ വന്നേക്കണ ട്യൂട്ടർ വെക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ അതിന് ഇച്ചിരി വലിപ്പം കൂടുതലുണ്ടായി. അടുത്തിട്ട് പുറയിലോട്ട് വെച്ച്, പുറയിലുള്ളതിൻ്റെ ട്യൂട്ടർ കുഞ്ഞി ട്യൂട്ടറാണ്, അടുത്തിട്ട് മുമ്പിൽ വെച്ച്. കാര്യങ്ങളൊക്കെ എളുപ്പമായി. നല്ല ഹിന്ദിക്കാർ പറയണ പോലെ ബജ്റായ നല്ല ബഹളമൊക്കെ ഉണ്ട്. കേൾക്കാൻ 5 വയസ്സൊക്കെ ഉള്ളൂല്ല, ഛർദ്ദിക്കാൻ വരും കേട്ട് കഴിഞ്ഞാൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെവിയിൽ തുളഞ്ഞു വരണ സൈസ് സൗണ്ട്.
അതുപോലെ ഈ കാണുന്ന പോലത്തെ ഹാവൽസിൻ്റെയും വി ഗാർഡിൻ്റെയൊക്കെ വീട്ടിൽ വലിക്കുന്ന വയർ എടുത്തിട്ടല്ല കാറിൽ വലിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് കറക്റ്റായിട്ടുള്ള വയറുകൾ വരുന്നുണ്ട്. അത് പല ഭാഗങ്ങളിലും അത് ഉപയോഗിച്ചിട്ടുണ്ട്. ചില ഭാഗങ്ങളിൽ അവരുടെ എളുപ്പത്തിനനുസരിച്ചിട്ട് അങ്ങനെയും ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഡാമ്പിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കുറച്ചെങ്കിലും ബോധത്തോടു കൂടി വേണം ചെയ്യാനായിട്ട്. അല്ലാതെ ലോക്ക് മെക്കാനിസം ഒന്നും മൊത്തത്തിൽ ആരും ഡാമ്പ് ചെയ്ത് വെക്കില്ല. കംപ്ലീറ്റ്ലി വെൻ്റ് ഹെഡ് ആൻഡ് ഫിക്സ്ഡ് ഇറ്റ്. ഒരു സബൂഫറിൻ്റെ എൻക്ലോഷർ ഉണ്ടാക്കി വെച്ചേക്കണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുട്ടികളുടെ ഒരു ശവപ്പെട്ടി പോലെ ഇരിപ്പുണ്ടായി. ഒരു ഇങ്ങനത്തെ ഒരു ഷേപ്പ്, എന്നിട്ട് അതിൻ്റെ കുറേ ഏരിയയിൽ കുറേ പശ ഇട്ട് വെച്ചേക്കണം. ഒരു ക്ലാമ്പ് വെച്ചിട്ട് മുറുക്കിയിട്ട് എന്താ അതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു 8 ഇഞ്ച് സബൂഫർ, അതിൻ്റെ ഒരു സൈഡിൽ കൂടെ കാറ്റൊക്കെ പോകുന്നുണ്ട്. സീൽഡ് എൻക്ലോഷറാണ് ശരിക്കും ഒരു സബൂഫറിന് എന്ന് പറഞ്ഞാൽ. പെട്ടി ഉണ്ടാക്കുമ്പോൾ ബേസിക്കായിട്ടുള്ള പെട്ടിയുടെ ഐഡിയ എന്താ, അതിൽ നിന്ന് കാറ്റൊന്നും പുറത്തേക്ക് പോരുത് എന്നുള്ളതാണ്. ഇത് അതിൻ്റെ ഒരു മൂലക്കിലൊക്കെ തുളയ്ക്കണം, അതിൽ കൂടെയൊക്കെ കാറ്റ് എസ്കേപ്പ് ആവുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് സബിൽ നിന്ന് ബേസ് അല്ല അവന്, വെറുതെ ഒരു പറഞ്ഞുകൊണ്ട് ഒരു പാറണ പോലത്തെ ഒരു സൗണ്ടാണ് കേൾക്കുന്നത്. ആൻഡ് ഈ ആംപ്ലിഫയറിലാണെങ്കിലും തിരിക്കാനും പിടിക്കാനൊക്കെ ആയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാവരും എടുത്ത് ഫുള്ളാക്കി വെച്ച് കഴിഞ്ഞാൽ ഫുൾ പവർ കിട്ടുകയൊന്നുമില്ല. അതിലൊരു പൊട്ടൻഷ്യോമീറ്റർ തിരിക്കാനുള്ളത് ഉണ്ടെങ്കിൽ അത് എന്ത് ഫ്രീക്വൻസി എങ്ങോട്ടേക്കാണ് വിടേണ്ടതെന്നുള്ളത് അനുസരിച്ചിട്ട് വേണം നോക്കാനായിട്ട്. സോ അതൊക്കെ ചെയ്യുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമൽ, ഇഫ് യു ആർ എ വ്യൂവർ ഹൂ ഈസ് എ തേർഡ് പാർട്ടി, ആസ് എൻ ഒരു ഷോപ്പിലേക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ യു ഷുഡ് പ്രോബബ്ലി യുനോ അറിഞ്ഞിരിക്കണം അവിടെ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോയെന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇഫ് യു ആർ എ ഷോപ്പ് ഗൈ, ഇഫ് യു ആർ ആൻ അപ്കമിങ് സ്റ്റോർ ഗൈ, കുറച്ചെങ്കിലും വായിച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഓൺലൈനിൽ ഇതിനെക്കുറിച്ച് അതിനു വേണ്ടി ഇപ്പോൾ മീംസ് വരെ ഇറങ്ങി തുടങ്ങി. കാർ ഓഡിയോ ഫെയിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പേജ് വരെ ഉണ്ട്. സോ ജസ്റ്റ് തിങ്ക് അബൌട്ട് ദാറ്റ്. ഐ ജസ്റ്റ് ഷെയർ ദ കണ്ടൻറ്റ്. ഞാൻ ഈ കുറച്ച് ദിവസങ്ങളിൽ ഞാൻ ഷൂട്ട് ചെയ്തേക്കുന്ന മെറ്റീരിയൽസ് ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിച്ചു തരാം. ഓൾറൈറ്റി, താങ്ക് യു വെരി മച്ച്. കുറച്ച് ഓവറായിട്ട് റാൻഡ് ചെയ്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്രസ്ട്രേഷനാണ്. മണ്ടത്തരം കാണിച്ചു വെച്ചേക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ്. ഡോണ്ട് ടേക്ക് ഇറ്റ് ഇൻ എനി അതർ വേ. അത് ചെയ്യരുത്. അതേപോലെ വെല്ലോൻ്റെ മുതലാണെന്ന് ഓർത്തിട്ട് അങ്ങനെ വെറുതെ റാൻഡമായിട്ട് എന്തെങ്കിലുമൊക്കെ ബോധമില്ലായ്മ കാണിച്ചു വെക്കരുത്. ഇത് ഒരു ഇൻഡസ്ട്രിയാണ്. അത് നശിപ്പിക്കാനായിട്ട് ഇതേപോലത്തെ ഒരു 4 വർക്ക് ആൾക്കാർ ചെയ്തു കൊടുത്താൽ മതി. മടുത്തിട്ട് ആൾക്കാർ പിന്നെ ആരും ഓഡിയോ ചെയ്യാതിരിക്കും. സോ ഈ കാറ് കത്ത് പിടിക്കണതും മറ്റേതും മറിച്ചതും ഇതേപോലത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടാവുന്നത് ഇതേപോലത്തെ ബോധമില്ലായ്മ കാണിച്ചിട്ട് തന്നെയാണ്. സോ ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ് ബിഫോർ യു ഡൂ സംതിങ്. അല്ലെങ്കിൽ നിങ്ങൾക്കത് റോങ് ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് പരിപാടി നിർത്തിക്കോളാൻ പറയണം. എന്നിട്ട് ഗെറ്റ് ഇറ്റ് ഡൺ ബൈ സംബഡി ഹു നോസ് ദെയർ തിങ്. അല്ലാതെ ഇതിന് ഒരു സൊല്യൂഷൻ ഉണ്ടാവില്ല. എന്താണെങ്കിലും കാശ് കൊടുത്തല്ലേ ജയിക്കുന്നത്. അപ്പോൾ 5 രൂപ കൂടുതൽ കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ പണി അറിയാവുന്നവരെ കൊണ്ട് ജയിക്കുക. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പരീക്ഷിക്കാനായിട്ട് ഇപ്പോൾ സപ്പോസ് യു ഹാവ് എ ഹാർട്ട് പ്രോബ്ലം, ഒരു മുറി വൈദ്യനെ കൊണ്ടുപോയി കാണിക്കുമോ? അത്രയും മാത്രം ആലോചിച്ചാൽ മതി. 2 വയറ് കൂട്ടിപ്പിരിച്ച് കൊടുക്കലും മാത്രമല്ല പരിപാടി. ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. സോ താങ്ക് യു വെരി മച്ച് ആൻഡ് ഹാവ് എ ഗുഡ് ഡേ. വാച്ച് ദ വീഡിയോ എന്നിട്ട് അഭിപ്രായം പറയുക.